ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മുടെ തിരുവചന വായന ഭാഗം സങ്കീർത്തനം 111 മുതൽ 118 വരെയുള്ള അധ്യായങ്ങളാണ്. സങ്കീർത്തനങ്ങൾ 111 മുതൽ 118 വരെയുള്ള അധ്യായങ്ങളിലേക്ക് നാം വരുമ്പോൾ നാം സ്തുതിയുടെ മനോഹരമായ ഒരു സമാഹാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സങ്കീർത്തനങ്ങൾ നമ്മോട് ദൈവത്തെ സ്തുതിക്കണമെന്ന് മാത്രം പറയുന്നില്ല. ദൈവം ആരാണ്, അവൻ എന്ത് ചെയ്തു, അവൻ്റെ സ്വഭാവം എന്താണ്, അവൻ്റെ നിയമം എത്ര വിശ്വസ്തമാണ്, അവൻ്റെ കരുണ എത്ര മഹത്താണ്, അവൻ്റെ രക്ഷ എത്ര ഉറപ്പുള്ളതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ദൈവം സ്തുതിക്കപ്പെടേണ്ടത് എന്നും അവനിലുള്ള നമ്മുടെ വിശ്വാസം എങ്ങനെ പ്രതികരിക്കണമെന്നും ഇവ കാണിച്ചു തരുന്നു. ഇവിടെ ഈ സങ്കീർത്തനങ്ങളുടെ വളരെ മനോഹരമായ ഒരു ആത്മീയ പുരോഗതി നമുക്ക് കാണാം. 111 സങ്കീർത്തനം ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഓർക്കുവാനും 112 ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുകയും 113 ഉന്നതനായ ദൈവത്തെ ആരാധിക്കുക, അവൻ താഴ്മയുള്ളവരിലേക്ക് ചായുന്നുവെന്നും 114 വഴിയുണ്ടാക്കുന്ന ദൈവത്തെ ഓർക്കുക എന്നും 115 മഹത്വം ദൈവത്തിന് നൽകുക എന്നും 116 പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ സ്നേഹിക്കുക എന്നും 117 ദൈവത്തിൻ്റെ കരുണ എന്നേക്കും നിലനിൽക്കുന്നതിനാൽ അവനെ സ്തുതിക്കുക എന്നും 118 അവൻ്റെ അചഞ്ചലമായ ദയ ഒരിക്കലും അവസാനിക്കാത്തതിനാൽ ദൈവത്തിൽ ആശ്രയിക്കുക എന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനം 111 ആരംഭിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെയുള്ള സ്തുതിയോടെയാണ്. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും. സങ്കീർത്തനക്കാരൻ ദൈവം ചെയ്ത പ്രവൃത്തികളെ പിന്നിലേക്ക് നോക്കി ഓർക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മഹത്തായതും മഹിമയുള്ളതും നീതിയുള്ളതും വിശ്വസ്തവും വിശ്വാസയോഗ്യവുമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. സങ്കീർത്തനക്കാരൻ്റെ സ്തുതി ഇന്ന് തനിക്ക് എങ്ങനെ തോന്നുന്നു എന്നതിനെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതല്ല. ദൈവം മുമ്പ് എന്ത് ചെയ്തു എന്നത് അവൻ ഓർക്കുന്നു. 4-ാം വാക്യം പറയുന്നു, അവൻ തൻ്റെ അത്ഭുത പ്രവൃത്തികളെ സ്മരണീയമാക്കിയിരിക്കുന്നു. നാം എത്ര വേഗത്തിൽ മറന്നു പോകുന്നവരാണെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് തിരുവെഴുത്ത് ആവർത്തിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഓർക്കുവാൻ നമ്മെ വിളിക്കുന്നത്. ആത്മീയമായി നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർക്കുന്നത് ഇന്നത്തെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു എന്നാണ്. ചിലപ്പോൾ ഇന്ന് ലഭിക്കാത്ത ഒരു ഉത്തരത്തെ നോക്കി ദൈവം മുമ്പ് നൽകിയ 10 ഉത്തരങ്ങളെ നാം മറന്നു പോകുന്നു. ഒരു പ്രയാസകരമായ കാലഘട്ടത്തെ നോക്കി കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മെ എങ്ങനെ താങ്ങി നടത്തി എന്ന് മറന്നു പോകുന്നു. സങ്കീർത്തനം 111 നമ്മോട് പറയുന്നത് ഇന്നത്തെ പ്രശ്നം ഇന്നലത്തെ സാക്ഷ്യത്തെ മായ്ച്ചു കളയാൻ അനുവദിക്കരുത് എന്നാണ്. 10-ാം വാക്യം ഈ സങ്കീർത്തനത്തിൻ്റെ മഹത്തായ സമാപനമാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം ആകുന്നു. ജീവിതത്തെക്കുറിച്ചെല്ലാം അറിയുന്നതിലല്ല യഥാർത്ഥ ജ്ഞാനം ആരംഭിക്കുന്നത്, ദൈവം ആരാണെന്ന് അറിയുകയും അവനെ ഭയപ്പെട്ട് ബഹുമാനിക്കുകയും ചെയ്യുന്നതിലാണ്. നിൻ്റെ വിശ്വാസം ക്ഷയിക്കുമ്പോൾ ആദ്യം ഓർക്കുക, അവൻ്റെ കരുതൽ ഓർക്കുക, അവൻ്റെ സംരക്ഷണം ഓർക്കുക, അവൻ്റെ നടത്തിപ്പും ഓർക്കുക, അവൻ്റെ ക്ഷമ ഓർക്കുക, വിശ്വസ്തത ഓർക്കുക. സങ്കീർത്തനം 111 സ്വാഭാവിക തുടർച്ചയാണ് സങ്കീർത്തനം 112. 111 സങ്കീർത്തനം ദൈവത്തിൻ്റെ സ്വഭാവത്തെ വിവരിക്കുന്നുവെങ്കിൽ 112 സങ്കീർത്തനം ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യൻ്റെ സ്വഭാവത്തെ വിവരിക്കുന്നു. യഹോവയെ ഭയപ്പെടുന്ന മനുഷ്യന് പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം വാഗ്ദാനം ചെയ്യുന്നില്ല. പകരം അവനെ സ്ഥിരതയുള്ളവനും ഉദാരനും നീതിമാനും ധൈര്യമുള്ളവനുമായി ചിത്രീകരിക്കുന്നു. 7-ാം വാക്യം പ്രത്യേകമായി ശ്രദ്ധേയമാണ്. ദുഷ്വാർത്ത കേൾക്കുമ്പോൾ നാം ഭയപ്പെടുകയില്ല. അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുന്നു. അവൻ്റെ ഹൃദയം ഉറച്ചിരിക്കുന്നു എന്ന പ്രയോഗം നാം ശ്രദ്ധിക്കണം. ദൈവഭക്തനായ മനുഷ്യനും ദുഷ്വാർത്ത കേൾക്കും, അവനും അനിശ്ചിതത്വങ്ങളെ നേരിടും. എന്നാൽ ദുഷ്ടവാർത്ത അവൻ്റെ ഹൃദയത്തെ നിയന്ത്രിക്കുന്നില്ല. കാരണം അവൻ്റെ ഹൃദയം ദൈവത്തിൽ നങ്കൂരമിട്ടിരിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിന് വളരെ പ്രസക്തമാണ്. ഓരോ ദിവസവും നാം അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തകൾ കേൾക്കുന്നു. ആരോഗ്യത്തെക്കുറിച്ചും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും. സങ്കീർത്തനം 112 പറയുന്നത് നമുക്കൊരിക്കലും ദുഷ്ടവാർത്ത കേൾക്കേണ്ടി വരില്ല എന്നല്ല. ദുഷ്ടവാർത്ത വരുമ്പോൾ ഭയം നമ്മെ ഭരിക്കേണ്ടതില്ല എന്നാണ് അത് പറയുന്നത്. ഒരു വിശ്വാസിയുടെ സമാധാനം എല്ലാ ദിവസവും നല്ല വാർത്തകൾ ലഭിക്കുന്നതിൽ നിന്നല്ല വരുന്നത്. ദൈവത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഹൃദയത്തിൽ നിന്നാണ് സമാധാനം വരുന്നത്. 113 സങ്കീർത്തനം നമ്മെ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകുന്നു. യഹോവ സകല ജാതികളുടെ മീതെ ഉന്നതൻ, അവൻ്റെ മഹത്വം ആകാശങ്ങൾക്ക് മീതെ. ദൈവം അത്യുന്നതനാണ്. എന്നാൽ 6-ാം വാക്യത്തിൽ അതിമനോഹരമായ ഒരു വിരോധാഭാസം നാം കാണുന്നു. ആകാശത്തിലും ഭൂമിയിലും ഉള്ളത് കാണേണ്ടതിന് അവൻ തന്നെ താഴ്ത്തുന്നു. ഇത്രയും ഉന്നതനായ ദൈവം താഴ്മയുള്ളവരിലേക്കും ദരിദ്രരിലേക്കും നോക്കുവാൻ തക്കവണ്ണം സ്വയം താഴ്ത്തുന്നു. 7-ാം വാക്യം പറയുന്നു, അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. ഇത് ദൈവത്തെക്കുറിച്ചുള്ള മനോഹരമായ ഒരു സത്യമാണ്. ദൈവത്തിൻ്റെ മഹത്വം അവനെ തകർന്നവരിൽ നിന്ന് അകറ്റുന്നില്ല, മറിച്ച് അവൻ്റെ മഹത്വം കരുണയായി പ്രകടമാകുന്നു.
മനുഷ്യരുടെ മഹത്വം പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് അകലം സൃഷ്ടിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം കരുണ സൃഷ്ടിക്കുന്നു. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ഇത് നമ്മുടെ ഹൃദയങ്ങളെ ക്രിസ്തുവിലേക്കാണ് നയിക്കുന്നത്. നിത്യമായി മഹത്വമുള്ളവനായ ക്രിസ്തു സ്വയം താഴ്ത്തി നമ്മുടെ ലോകത്തിലേക്ക് വന്നു നമ്മെ രക്ഷിച്ചു. അതുകൊണ്ട് ഒരിക്കലും ചിന്തിക്കരുത്, എൻ്റെ പ്രശ്നം ദൈവത്തിന് വളരെ ചെറുതാണ്, അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ വളരെ താഴ്ന്നതാണ്, ദൈവം എന്നെ ശ്രദ്ധിക്കുകയില്ല, അത്യുന്നതനായ ദൈവം താഴ്മയുള്ളവനെ കാണുന്നു എന്ന് നാം മനസ്സിലാക്കണം. 114 സങ്കീർത്തനം നമ്മെ പുറപ്പാടിൻ്റെ ചരിത്രത്തിലേക്ക് തിരികെ കൊണ്ടുപോവുകയാണ്. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു. ചെങ്കടൽ അവരെ കണ്ടപ്പോൾ പിൻവാങ്ങി. യോർദാൻ പിന്നോട്ടൊഴുകി. പർവ്വതങ്ങളും കുന്നുകളും യഹോവയുടെ സന്നിധിയിൽ വിറച്ചു. ഇതിൻ്റെ സന്ദേശം വളരെ ലളിതമാണ്. ദൈവം സന്നിഹിതനായിരിക്കുമ്പോൾ തടസ്സങ്ങൾ അന്തിമമല്ല. ചെങ്കടൽ അസാധ്യമായ ഒരു തടസ്സമായിരുന്നു, യോർദാനും ഒരു തടസ്സമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ആ സാഹചര്യത്തെ മാറ്റി. ചിലപ്പോൾ നാം നമ്മുടെ സ്വന്തം ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. നാം പറയുന്നു, മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല. എന്നാൽ സങ്കീർത്തനം 114 നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, തൻ്റെ ജനത്തെ മുന്നോട്ട് നടത്താൻ ദൈവത്തിന് മുമ്പേ ഉണ്ടായിരുന്ന ഒരു വഴി ആവശ്യമില്ല. വഴിയില്ലാത്തടത്ത് അവന് വഴി ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ നാം ഓർക്കണം, ഈ സങ്കീർത്തനം ഇസ്രായേലിൻ്റെ ശക്തിയെ മഹത്വപ്പെടുത്തുന്നില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും ശക്തിയുമാണ് മഹത്വപ്പെടുത്തുന്നത്. അതുകൊണ്ട് അസാധ്യമായ ഒരു സാഹചര്യത്തെ നേരിടുമ്പോൾ ഇതെങ്ങനെ ഞാൻ പരിഹരിക്കും എന്ന് മാത്രം ചോദിക്കരുത്. പകരം ചോദിക്കുക, ദൈവം എന്നോട് കൂടെ ഉണ്ടോ? 115 സങ്കീർത്തനം മനുഷ്യൻ്റെ അഹങ്കാരത്തിന് വളരെ ശക്തമായ ഒരു തിരുത്തൽ നൽകുന്ന വാക്കുകളോടെയാണ് ആരംഭിക്കുന്നത്. യഹോവേ, ഞങ്ങൾക്കല്ല, നിൻ്റെ നാമത്തിന് തക്കവണ്ണം മഹത്വം നൽകണമേ. ഇത് മനുഷ്യൻ്റെ അഹങ്കാരത്തിനുള്ള ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നാം സ്വാഭാവികമായി അംഗീകാരം ആഗ്രഹിക്കുന്നു. നാം എന്ത് ചെയ്തു, എന്ത് പണിതു, എന്ത് നേടിയെടുത്തു എന്നൊക്കെ ആളുകൾ അറിയണമെന്ന് നാം ആഗ്രഹിക്കുന്നു. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞങ്ങൾക്കല്ല. എന്തുകൊണ്ട്? കാരണം നമുക്കുള്ളതെല്ലാം അന്തിമമായി ദൈവത്തിൽ നിന്നാണ് ലഭിച്ചത്. തുടർന്ന് സങ്കീർത്തനം ജീവനുള്ള ദൈവത്തെയും വിഗ്രഹങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. വിഗ്രഹങ്ങൾക്ക് വായുണ്ടെങ്കിലും സംസാരിക്കാൻ കഴിയുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല. എന്നാൽ ജീവനുള്ള ദൈവം അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ്. അതുകൊണ്ട് നമ്മോടുള്ള ചോദ്യം, എൻ്റെ ജീവിതത്തിലെ മഹത്വം ആർക്കാണ് ലഭിക്കുന്നത്? നമ്മുടെ ശുശ്രൂഷയ്ക്കോ, അറിവിനോ, സ്ഥാനത്തിനോ, വിജയത്തിനോ, കഴിവുകൾക്കോ? സങ്കീർത്തനം 115 നമ്മെ വീണ്ടും ശരിയായ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിൻ്റെ നാമത്തിന് മഹത്വം നൽകണമേ. ദൈവത്തിൻ്റെ മഹത്വം നാം സ്വന്തമാക്കുമ്പോൾ വിജയം അപകടകരമാകുന്നു. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതെല്ലാം അവസാനം മറ്റുള്ളവരുടെ കണ്ണുകൾ ദൈവത്തിലേക്ക് തിരിക്കുന്നതിനായി ഉപയോഗിക്കപ്പെടണം. സങ്കീർത്തനം 116 വരുമ്പോൾ വളരെ വ്യക്തിപരമായ ഒരു സങ്കീർത്തനമാണ് ഇത് എന്ന് നാം കാണുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ എൻ്റെ ശബ്ദവും എൻ്റെ യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഇത് വെറും ദൈവശാസ്ത്രമല്ല, ഇതൊരു സാക്ഷ്യമാണ്. അവൻ പ്രാർത്ഥിച്ചു, ദൈവം കേട്ടു, അതുകൊണ്ട് അവൻ ദൈവത്തെ സ്നേഹിക്കുന്നു. അവൻ കഷ്ടത അനുഭവിച്ചു, ദൈവം അവനെ വിടുവിച്ചു. തുടർന്ന് അവൻ ചോദിക്കുന്നു, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? വളരെ മനോഹരമായിരിക്കുന്ന ഒരു ചോദ്യം. ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതിൻ്റെ മഹത്വം നാം തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായി നാം ചോദിക്കും, കർത്താവേ, ഞാൻ അങ്ങേക്ക് എന്ത് തിരികെ നൽകും? തീർച്ചയായും ദൈവത്തിൻ്റെ കൃപയ്ക്ക് നമുക്കൊരിക്കലും പ്രതിഫലം നൽകാൻ കഴിയില്ല. എന്നാൽ നന്ദി സമർപ്പണത്തിലേക്ക് നയിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, ജീവിച്ചിരിക്കുന്നവരുടെ ദേശത്ത് ഞാൻ യഹോവയുടെ സന്നിധിയിൽ നടക്കും. അതിൻ്റെ അർത്ഥം ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയത് നമ്മെ സന്തോഷിപ്പിക്കാൻ മാത്രമല്ല, കൂടുതൽ ആഴത്തിലുള്ള സമർപ്പണത്തിലേക്ക് നമ്മെ നയിക്കാനാണ്. മറ്റൊരു ഉത്തരം ആവശ്യമുള്ളപ്പോൾ മാത്രം ദൈവത്തിൻ്റെ ഉത്തരങ്ങൾ ഓർക്കരുത്. ലഭിച്ച ഉത്തരങ്ങൾ ദൈവത്തോടുള്ള കൂടുതൽ ആഴത്തിലുള്ള സമർപ്പണത്തിന് കാരണമായി മാറട്ടെ. 117 സങ്കീർത്തനം വെറും 2 വാക്യങ്ങൾ മാത്രമുള്ളതാണെങ്കിലും അതിൽ അതിമഹത്തായ ഒരു സത്യമുണ്ട്. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പീൻ. ദൈവത്തിൻ്റെ രക്ഷയും കരുണയും ഒരു ജനതയിൽ മാത്രം പരിമിതപ്പെട്ടിരിക്കുന്നതല്ല. ഈ സങ്കീർത്തനം ദൈവത്തിൻ്റെ സാർവത്രിക ദൗത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. സകല ജാതികളും ദൈവത്തെ സ്തുതിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അവൻ്റെ ദയ നമ്മോടുള്ള ദയ വലിയതാകുന്നു. യഹോവയുടെ സത്യം എന്നേക്കും നിലനിൽക്കുന്നു. ഇവിടെ 2 കാര്യങ്ങൾ പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കാം. 1, ദൈവത്തിൻ്റെ ദയ മഹത്താണ്. 2, ദൈവത്തിൻ്റെ സത്യം ശാശ്വതമാണ്. നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നു, മനുഷ്യർ മാറുന്നു, സംസ്കാരങ്ങൾ മാറുന്നു, തലമുറകൾ മാറുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ദയയും സത്യവും മാറ്റമില്ലാതെ നിലനിൽക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള എല്ലാം മാറിക്കൊണ്ടിരിക്കുമ്പോൾ മാറാത്ത ഒന്നിന്മേൽ നമുക്ക് ജീവിതം പണിയാം. ദൈവത്തിൻ്റെ നിലനിൽക്കുന്ന വചനത്തിലും അവൻ്റെ മാറ്റമില്ലാത്ത സ്വഭാവത്തിലും. സങ്കീർത്തനം 118 ഈ സ്തുതി സമാഹാരത്തെ ശക്തമായ ഒരു ഉച്ചസ്ഥായിയിൽ എത്തിക്കുന്നു. ഇത് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഒരേ സന്ദേശത്തോടെയാണ്. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ആവർത്തിച്ചു വരുന്ന സന്ദേശം.
ദൈവത്തിൻ്റെ ദയ എന്നേക്കും നിലനിൽക്കുന്നു. സങ്കീർത്തനക്കാരൻ എതിർപ്പുകൾ നേരിട്ടിട്ടുണ്ട്. അവൻ പറയുന്നു, സകല ജാതികളും എന്നെ വളഞ്ഞു. എന്നാൽ തുടർന്ന് അവൻ പ്രഖ്യാപിക്കുന്നു, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവൻ്റെ ആത്മവിശ്വാസം സ്വന്തം ശക്തിയിലല്ല, അത് ദൈവത്തിലാണ്. തുടർന്ന് വിശ്വാസത്തിൻ്റെ മഹത്തായ പ്രഖ്യാപനങ്ങളിൽ ഒന്നിലേക്ക് നാം എത്തുന്നു. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോടെന്ത് ചെയ്യും? ശ്രദ്ധിക്കുക, അവന് ശത്രുക്കളില്ലെന്ന് അവൻ പറയുന്നില്ല. അവൻ പറയുന്നത്, ദൈവം എൻ്റെ പക്ഷത്തുണ്ട്, അതാണ് എല്ലാം മാറ്റുന്നത്. 24-ാം വാക്യം നമ്മെ വളരെ മനോഹരമായ ഒരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം എന്ന് നാം അവനിൽ സന്തോഷിച്ച് ആനന്ദിക്കുക. ഇതിനർത്ഥം എല്ലാ ദിവസവും എളുപ്പമായിരിക്കുമെന്നല്ല. അതിൻ്റെ അർത്ഥം പ്രയാസങ്ങളുള്ള ദിവസവും ദൈവത്തിൻ്റെ ദിവസമാണ്. സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുള്ളപ്പോഴും നമുക്ക് പറയാൻ കഴിയും, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്. സങ്കീർത്തനം 118 വളരെ പ്രധാനപ്പെട്ട ഒരു മശിഹ പ്രവാചനവും നാം കാണുന്നു. പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഈ വാക്യം പുതിയ നിയമത്തിൽ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്നു. മനുഷ്യർ യേശുവിനെ തള്ളിക്കളഞ്ഞു, എന്നാൽ ദൈവം അവനെ ഉയർത്തി രക്ഷയുടെ മൂലക്കല്ലാക്കി. അതുകൊണ്ട് സങ്കീർത്തനം 118 അവസാനം നമ്മുടെ കണ്ണുകളെ ദാവീദിൻ്റെ അനുഭവത്തിൽ നിന്ന് ക്രിസ്തുവിലേക്കാണ് തിരിക്കുന്നത്. തള്ളിക്കളയപ്പെട്ടതെങ്കിലും ഉയർത്തപ്പെട്ട മൂലക്കല്ലായ ക്രിസ്തുവിലേക്ക്. ഈ സങ്കീർത്തനങ്ങളിലെ മനോഹരമായ ആത്മീയ പുരോഗതി നമുക്ക് കാണുവാൻ കഴിയും. 111-ാമത്തെ സങ്കീർത്തനം പിന്നിലേക്ക് നോക്കി ദൈവം ചെയ്തതെല്ലാം ഓർക്കുവാനും, 112 ഉള്ളിലേക്ക് നോക്കി ദൈവത്തിൻ്റെ സ്വഭാവം നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുവാൻ വേണ്ടിയും, 113 മുകളിലേക്ക് നോക്കുക, ഉന്നതനായ ദൈവത്തെ ആരാധിക്കുക എന്നും, 114 നമ്മുടെ തടസ്സങ്ങളിലേക്ക് നോക്കുക, ദൈവത്തിന് വഴി ഉണ്ടാക്കാൻ കഴിയുമെന്നും, 115 നിങ്ങളുടെ നേട്ടങ്ങളിലെ നോക്കുക, മഹത്വം ദൈവത്തിന് നൽകുക എന്നും, 116 നിങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് നോക്കുക, ദൈവം കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്നുവെന്നും, 117 പുറത്തേക്ക് നോക്കുക, ദൈവത്തിൻ്റെ ദയ സകല ജാതികൾക്കും വേണ്ടിയുള്ളതാണെന്നും, 118 മുന്നിലേക്ക് നോക്കുക, ദൈവത്തിൻ്റെ ദയ എന്നേക്കും നിലനിൽക്കുന്നതിനാൽ അവനിൽ ആശ്രയിക്കുക എന്നുമാണ് ഈ സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബോധിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് എന്താണ് പകർന്നു നൽകുന്നത്? 1, പരാതിപ്പെടുന്നതിന് മുൻപ് നാം ഓർക്കുക ദൈവം ചെയ്ത അത്ഭുത കാര്യങ്ങളെ. 2, നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറച്ചിരിക്കട്ടെ. 3, ദൈവത്തിൻ്റെ സാമീപ്യത്തെ ഒരിക്കലും ചെറുതായി കാണരുത്. 4, ചെങ്കടലിൻ്റെ നടുവിലും ദൈവത്തിൽ ആശ്രയിക്കുക. 5, മഹത്വം പൂർണ്ണമായി ദൈവത്തിന് നൽകുക. 6, ഉത്തരം ലഭിച്ച പ്രാർത്ഥനയെ കൂടുതൽ ആഴത്തിലുള്ള സമർപ്പണമാക്കി മാറ്റുക. 7, മാറാത്തതിൻ്റെ മേൽ നിങ്ങളുടെ ജീവിതം പണിയുക. ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ 2 ചോദ്യങ്ങൾ. 1, എൻ്റെ ഹൃദയം ഉറച്ചിരിക്കുന്നുണ്ടോ? 2, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, എല്ലാം അങ്ങേ നാമ മഹത്വത്തിനാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നുണ്ടോ? സങ്കീർത്തനങ്ങൾ 111 മുതൽ 118 വരെ നമ്മെ ദൈവകേന്ദ്രീകൃതമായ ഒരു ജീവിതം എങ്ങനെ നയിക്കണമെന്ന് പഠിപ്പിക്കുന്നു. അവൻ്റെ പ്രവൃത്തികളെ ഓർക്കുവാനും, യഹോവയെ ഭയപ്പെടുവാനും, അവൻ്റെ സ്വഭാവത്തിൽ വിശ്വസിക്കുവാനും, അവൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാനും, അവന് മഹത്വം നൽകുവാനും, പ്രാർത്ഥനയിൽ അവനെ വിളിച്ചപേക്ഷിക്കുവാനും, അവൻ്റെ ദയയിൽ ആശ്രയിക്കുവാനും, അവനുണ്ടാക്കിയ ദിവസത്തിൽ സന്തോഷിക്കുവാനും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഈ 8 സങ്കീർത്തനങ്ങളെയും ഓർക്കുവാനുള്ള ഏറ്റവും ലളിതമായ മാർഗം ഒരുപക്ഷെ ഇതാണ്. ഞാൻ പിന്നിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ വിശ്വസ്തതയെ ഓർക്കുന്നു. ഞാൻ ചുറ്റും നോക്കുമ്പോൾ അവൻ്റെ സാന്നിധ്യം കാണുന്നു. ഞാൻ മുന്നിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുന്നു. എല്ലാറ്റിനുമുപരി യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് എല്ലായ്പ്പോഴും പറയുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.